Dear friends, welcome to this video. നമ്മുടെ ചിന്തകൾക്ക് വലിയ ശക്തിയുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായി ചിന്തിക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ശാസ്ത്രീയമായ ഉത്തരം ഇതാണ്: നിങ്ങളുടെ തലച്ചോറിനേക്കാൾ 60 മടങ്ങ് ശക്തമായ വൈദ്യുത തരംഗങ്ങളും 5000 മടങ്ങ് ശക്തമായ കാന്തിക തരംഗങ്ങളും പുറപ്പെടുവിക്കുന്നത് നിങ്ങളുടെ ഹൃദയമാണ് എന്നുള്ളതാണ്. തലച്ചോറ് വെറും ചിന്തകൾ മാത്രമാണ് നൽകുന്നത്. എന്നാൽ ഹൃദയമാണ് ആ ചിന്തകൾക്ക് ജീവൻ നൽകുന്ന ഇന്ധനം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾ എന്ത് അനുഭവിക്കുന്നു, ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രപഞ്ചത്തെ ഒരു വലിയ റേഡിയോ സ്റ്റേഷനായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ഹൃദയമാണ് ആ സ്റ്റേഷനിലെ ട്രാൻസ്മിറ്റർ എന്നും ചിന്തിക്കുക. നിങ്ങൾ ഉള്ളിൽ ഭയവും സങ്കടവുമാണ് അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഹൃദയം ആ ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങളാണ് പുറത്തേക്ക് വിടുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ സങ്കടകരമായ സാഹചര്യങ്ങൾ തന്നെ തിരികെ നൽകുന്നു. ഇതിനെയാണ് ഹാർട്ട് ബ്രെയിൻ കൊഹിയറൻസ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ തലച്ചോറും ഹൃദയവും ഒരേ താളത്തിൽ സ്പന്ദിക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകുകയുള്ളൂ. ഈ ക്വാണ്ടം സത്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ബൈബിൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുക, അതിൽ നിന്നാണ് ജീവന്റെ ഉറവകൾ പുറപ്പെടുന്നത്. സുഭാഷിതം 4:23 യേശുക്രിസ്തു തന്നെ പറഞ്ഞു ഓർക്കുക, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പൊ നിങ്ങളുടെ ഹൃദയം ശരിയായ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരു നദി പോലെ തടസ്സങ്ങളില്ലാതെ ഒഴുകാൻ തുടങ്ങുമെന്നർത്ഥം. നമുക്കിപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഫ്രീക്വൻസി മാറ്റാനുള്ള ഒരു ചെറിയ പരിശീലനം ചെയ്യാം. സാവധാനം നിങ്ങൾ ശ്വാസം എടുത്ത് ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പിരിമുറുക്കങ്ങളെല്ലാം ഒഴിവാക്കുക. നിങ്ങളുടെ ശ്രദ്ധ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ഹൃദയത്തിലൂടെയാണ് നിങ്ങൾ ശ്വസിക്കുന്നതെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു അനുഗ്രഹത്തെ ഓർത്ത് ഹൃദയത്തിൽ നന്ദി പറയുക. ആ നന്ദിയുടെ വികാരം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും വ്യാപിക്കട്ടെ. ഈ നിമിഷം നിങ്ങൾ പ്രപഞ്ചത്തിന്റെ സമൃദ്ധിയുമായി ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെയും പരിശീലനത്തിലൂടെയും നിങ്ങളുടെ ഉള്ളിലുണ്ടായ അനുഭവം എന്താണ്? നിങ്ങൾ ഇന്ന് പ്രപഞ്ചത്തിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം താഴെ കമന്റ് ബോക്സിൽ എഴുതുക. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ചിന്തകളെ ഉറപ്പിക്കാൻ സഹായിക്കും. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുക. അപ്പോൾ മാത്രമാണ് പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഹൃദയം തുറക്കുക, ഫ്രീക്വൻസി മാറ്റുക, അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കുക. I am your guide and you are the universe and energy.